എന്താടി? അശ്വതി ചേച്ചി ഒന്നും പറയണ്ട, ഞാൻ അലക്കിക്കോളാം. അല്ലെങ്കിലും ഞാനിതൊക്കെ ചെയ്യേണ്ടതല്ലേ? ചാരു ചേച്ചി, വാഷിംഗ് മെഷീൻ അടുക്കളയെ അപ്പുറത്തെ വർക്ക് ഏരിയയില്ല. ആഹാ, വാഷിംഗ് മെഷീൻ ഓൺ ചെയ്ത് വെച്ചിട്ട് കറണ്ട് ചാർജ് ആര് കൊടുക്കോടി? ആഴ്ചയിൽ കറണ്ട് ചാർജ് കൂടിക്കൊണ്ടിരിക്കുക. അതെ, ബാക്കിൽ അലക്കലുണ്ട്, അവിടെ പോയി അലക്കിയാ മതി. ശാന്തപ്പന്റെ വീട്ടിൽ ഇവിടൊക്കെ വാഷിംഗ് മെഷീനിലാണോടി അലക്കിക്കൊണ്ടിരുന്നത്? എന്തിനാ അമ്മ വാഷിംഗ് മെഷീനോട് അലക്കല്? ആഹാ, ചാരു വന്നു കയറിയതും അമ്മയ്ക്ക് പോര് തുടങ്ങിയല്ലേ? ഡേ, നീ വക്കാലത്ത് പറയാൻ നിക്കണ്ട, പറഞ്ഞത് അങ്ങോട്ട് കേട്ടാ മതി. അതെ, കല്യാണമൊക്കെ കഴിഞ്ഞില്ലേ? നിനക്ക് എവനെയും കൂട്ടി വീട്ടിലോട്ട് പോകാറായില്ലേ? ഇവളുടെ ഈ പ്രായത്തിലെ ശരീരം ആണെങ്കിൽ ജോലി ചെയ്യണം. ഞാൻ ഇവിടെ വന്ന് കയറിയപ്പോ ഈ മിഷനൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം ഞാൻ തന്നെയാ ചെയ്തിരുന്നത്. എടി, 1 2 അല്ല, 4 പിള്ളേരെ വെച്ചോണ്ടാ ഞാൻ ഈ വീട്ടിലെ ജോലി മുഴുവൻ ചെയ്തത്. ചാരു, സോറി. അമ്മയുടെ സ്വഭാവം അറിയാലോ. അമ്മയോട് എനിക്കൊന്നും മറുത്ത് സംസാരിക്കാൻ പറ്റില്ല. അമ്മായി പറഞ്ഞില്ല, തെറ്റൊന്നുമില്ല അശ്വതി ചേച്ചി. വീട്ടിൽ വന്നു കയറുന്ന മരുമകളല്ലേ വീട് നോക്കേണ്ടത്. ഞാൻ എന്റെ വീട്ടിലായിരുന്നപ്പോ വീടിന്റെ ബാക്കിലെ തോട്ടിൽ അലക്കാൻ പോയിക്കൊണ്ടിരുന്നെ. കല്യാണിയുടെ ഡ്രസ് അടക്കം ഞാൻ അലക്കിയിരുന്നെ. ഇവിടെ വരുമ്പോ ബാലമാമന്റെയും അമ്മായിയുടെ ഒക്കെ ഡ്രസ്സ് അലക്കുന്നതിൽ ഇപ്പൊ എന്താ തെറ്റ്? ഇതൊക്കെ അലക്കി കഴിഞ്ഞിട്ട് വേണം അടുക്കളയിൽ കയറാൻ. ഇന്ന് മുതൽ കുക്കും ഞാനാ. കുക്കിംഗ് എനിക്ക് മടിയുള്ള കാര്യാ. എന്നാലും ഞാനും കൂടെ കൂടാ. ശരി. അമ്മ, എന്നാലും ചാരു ചേച്ചിയോട് ഇങ്ങനെയൊക്കെ ചെയ്തത് ശരിയാണോ? ഞാനും അതങ്ങോട്ട് ചോദിക്കണമെന്ന് വിചാരിച്ചതാ. ആഹാ, എടാ മോനെ രമേശെങ്കി വാ. നിനക്കും തരട്ടെ കുറച്ച് തുണി? വേണോ? ഏയ്, എനിക്കേ ഇന്നൊരു കമ്മിറ്റി ഉണ്ട്. ഇപ്പോഴാ ഓർത്തത്. ഇപ്പൊ തന്നെ സമയം ലേറ്റായി. അപ്പൊ വന്നിട്ട് കാണാം. പിന്നെ അവക്ക് വേണ്ടിട്ട് ആരും റെക്കമെൻഡേഷന് വേണ്ടിട്ട് ഇങ്ങോട്ട് വരണ്ട. എടി, നിനക്ക് പഠിക്കാനൊന്നുമില്ലേ? ആദ്യം പോയി പഠിച്ച് പരീക്ഷ പാസ്സാവാൻ നോക്ക്. ചെല്ല്. എന്താടി നോക്കുന്നേ? കേറി പൊടിയത്ത്.
ദേ ഇതൂടെ ഉണ്ട്. വേറെ ആരുടെ അല്ലേ, നിന്റെ ബാലമാമന്റെയാ.